ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ CPM-നുമായി അതിനെ കൂട്ടിക്കാട്ടണ്ട. CPM-ന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അന്വേഷണം നല്ല നിലയിൽ മുന്നോട്ട് പോകും. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ ഒരു തരത്തിലും അവരെ കോംപ്രമൈസ് ചെയ്ത് നിർത്തില്ല. ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കും. രാഷ്ട്രീയ ദൂതുമായിട്ടാണ് പോയത് എന്ന കാര്യത്തിൽ സംശയം. ഇതോടുകൂടി കേരളത്തിലെ CPM-ന്റെയും BJP-യുടെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കേട്ടുകേൾവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത് അതാണ് നല്ലത്. VD സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ്. പിണറായി വിജയന്റെ B ടീമാണ്. പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് VD സതീശൻ. VD സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ്. ഒടുവിൽ CPM പറയുന്നു, CPIക്ക് മാത്രമല്ല തങ്ങൾക്കും ADGP RSS കൂടിക്കാഴ്ചയിൽ അതൃപ്തിയുണ്ട്. പക്ഷേ പാർട്ടിയെ കൂട്ടിക്കെട്ടണ്ട, ഇതിൽ സർക്കാർ ഉത്തരം പറയട്ടെ എന്ന്. MV ഗോവിന്ദൻ സർക്കാരിന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ CPM ഈ വിഷയത്തിൽ സേഫ് സോണിലാകുന്നത് എങ്ങനെയാണ്? നടന്നത് CPM RSS ഡീലെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷത്തിനോട് ഉത്തരം വ്യക്തമാക്കാൻ പാർട്ടിക്ക് ബാധ്യതയില്ലേ? അജിത് കുമാർ ദൂതുമായി പോയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയെന്ന് ആരോപിക്കപ്പെടുമ്പോൾ ഉത്തരം പറയാൻ CPM-ന് ബാധ്യതയില്ലേ? കൊടകര കുഴൽപ്പണക്കേസ് അടക്കമുള്ളവ തേച്ചുമാച്ചു കളഞ്ഞത് ഈ ഡീലിന്റെ പുറത്താണെന്ന് ആരോപിക്കപ്പെടുമ്പോഴും അതിനുള്ള ഉത്തരം പറയാനും CPM-ന് ഉത്തരവാദിത്തമില്ലേ? അതോ CPM-നും അതൃപ്തി എന്ന പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളാണോ മുഖവിലക്കെടുക്കേണ്ടത്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. ചർച്ചയിൽ ചേരുന്നു BJP നേതാവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, സാമൂഹ്യ നിരീക്ഷകൻ MK ഹരിദാസ്, ഒപ്പം CPM നിരീക്ഷകനും സഹയാത്രികനുമായ ആയുർ ബിജു എന്നിവർ. നാലുപേരും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ പത്മനാഭൻ, BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത് കൃത്യമായ തരത്തിൽ ഇതിലൊരു ഡീല് നടക്കുന്നുണ്ട്. RSS CPM ഡീലുണ്ട്, RSS BJP ബാന്ധവമുണ്ട്. കൊടകര കുഴൽപ്പണക്കേസ് അടക്കമുള്ളവ തേച്ചുമാച്ചു കളഞ്ഞത് ഈ ഡീലിന്റെ ഭാഗമായിട്ടാണെന്ന് ആരോപിക്കുന്നു പ്രതിപക്ഷം. ഏത് തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ BJP ബാധ്യസ്ഥമാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഓക്കെ, അദ്ദേഹത്തിന് മറ്റുള്ള ഫോൺ ബന്ധത്തിന് അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ADGP കണ്ടത് രാംമാധവനെ മാത്രമല്ല രാഹുൽ ഗാന്ധിയെയുമാണ്. അതാണ് BJP പറയുന്ന വെർഷൻ. സ്വാഭാവികമായിട്ടും ദേശീയ നേതാക്കൾ വരുമ്പോൾ ഉയർന്ന അല്ലെങ്കിൽ ഉന്നത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോകുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതിനപ്പുറത്തേക്ക് ആരോപിക്കുന്നത്, പ്രതിപക്ഷം ആരോപിക്കുന്നത്, കോൺഗ്രസ് അടക്കമുള്ളവർ ആരോപിക്കുന്നത് ആശയ പാപ്പരത്വം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതിൽ സാങ്കത്യമില്ലേ? ഇവിടെ BJPക്കെതിരാണ് കേരളത്തിലെ മാൻഡേറ്റ്. എല്ലാവർക്കും അറിയാലോ. നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPക്കെതിരായി ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പില് BJPക്കെതിരായി UDF വോട്ട് ചെയ്തു. അങ്ങനെ BJPക്കെതിരായി ജനങ്ങൾ മാൻഡേറ്റ് നൽകുന്ന ഒരു സാമൂഹിക സാഹചര്യമുള്ള ഈ കേരളത്തിൽ BJPയുടെ RSSന്റെ നേതാക്കന്മാരെ രഹസ്യമായി ഔദ്യോഗിക വാഹനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി ക്രമസമാധാന ചുമതലയുള്ള ADGP കാണേണ്ട ആവശ്യം എന്ത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞിട്ടുണ്ടല്ലോ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്കറിയാം, ഇതിനു മുമ്പൊക്കെ സെൻകുമാറിന്റെ പ്രശ്നം വന്നപ്പോ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് എന്താണ്? അതുപോലെ തന്നെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന മുൻ DGP
അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ ഒരു പുസ്തകം എഴുതി എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് എന്താണ്? ഇവിടെ എന്താണ് ADGP അജിത് കുമാർ പലതവണ, ഇപ്പൊ പുറത്തു വന്നത് 3 തവണയുള്ളൂ, 2 പ്രാവശ്യം കോവളത്ത് വെച്ചിട്ടും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം തൃശ്ശൂരിൽ വെച്ചിട്ടും പിന്നെ RSSന്റെ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം സ്വകാര്യമായി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ടു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെയുള്ള പ്രശ്നം. CPIക്ക് വരെ സംശയമുണ്ട്, അവരെ കൂടെയുള്ള CPIക്ക് സംശയമുണ്ട്, ഇന്ന് ഗോവിന്ദൻ മാഷിനും സംശയമുണ്ട്. എന്താണ് അതിന്റെ കാരണം? ആഭ്യന്തര വകുപ്പ് ഈ കാരണമൊന്നും ഈ നീക്കങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? അദ്ദേഹത്തിന്റെ സന്ദർശനം ഒന്നും അറിഞ്ഞിട്ടില്ലേ? നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ എന്താണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവങ്ങളും നമുക്കറിയാം. ഇവിടെ പിന്നെ നമ്മുടെ ഒരു സ്വർണ്ണക്കടത്ത് കേസുണ്ടായിരുന്നു, വലിയ വിവാദമായിരുന്നു. BJP നേതാക്കന്മാരൊക്കെ വലിയ ആവേശത്തോടു കൂടി ചാനലുകളിൽ വന്ന് പറയുമായിരുന്നു, ആ സ്വർണ്ണക്കടത്ത് കേസ് ഞങ്ങൾ തെളിയിക്കും, പിണറായി വിജയനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും, പിണറായി വിജയനെതിരെയുള്ള തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അവിടെ സ്റ്റോപ്പ് ആവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടല്ലോ, ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് SFIO അന്വേഷണം നടക്കുന്നു. പത്രങ്ങളിൽ വലിയ വാർത്ത, TV ന്യൂസുകളിൽ വലിയ വാർത്ത. അങ്ങനെ വാർത്ത വന്ന് നമ്മൾ വിചാരിച്ചു ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയുടെ മകൾ കൊടുങ്ങും. തെളിവില്ലാതിട്ടാണോ? എല്ലാവർക്കും അറിയാലോ, നമ്മളൊക്കെ TV ചാനലുകളിലൂടെ കണ്ട തെളിവുകൾ തന്നെയല്ലേ, വാങ്ങിയ പണത്തിന്റെ കണക്കില്ലേ, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി വ്യക്തമാക്കിയ കണക്കുകളില്ലേ. പക്ഷേ ആ അന്വേഷണം അവിടെ അവസാനിച്ചു. ഇപ്പൊ നമുക്കറിയാം ലാവ്ലിൻ കേസ് നിരന്തരമായി എത്രയോ തവണ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ എവിടെയും കാണാത്ത രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകരും മറ്റുള്ള ആളുകളൊക്കെ സഹകരിച്ചുകൊണ്ട് അവിടെ എങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് RSSുമായിട്ട് CPMന് ബന്ധം സ്ഥാപിക്കാൻ. ഇവിടെ ഇപ്പൊ വരുന്ന ആരോപണം എന്താണ്? തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു. ആ സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണം, പ്രധാനപ്പെട്ട കാരണം പൂരം കലക്കിയതാണ് എന്ന് പല ആളുകളും പറയുന്നു. അത് ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറയുന്നു, അതുപോലെ തന്നെ UDFന്റെ ആളുകൾ പറയുന്നു, നിഷ്പക്ഷമതികളായ ആളുകൾ പറയുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത രൂപത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ കേരളത്തിലെ ജനങ്ങളുടെ അഭിമാനമായ ആ തൃശ്ശൂർ പൂരം കലക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചു. പോലീസ് അവിഹിതമായിട്ട് എന്തോ ചെയ്തു. അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ ഇടക്കാണ് അന്ന് ADGP അവിടെ ഉണ്ട്. ADGP അന്ന് തൃശ്ശൂരിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ തൃശ്ശൂർ പോലീസ് കമ്മീഷണർ അദ്ദേഹം BJP നേതാക്കന്മാർക്ക് നട്ടപ്പം പറയുന്നു. മാത്രമല്ല അവിടെ ആകെ അലങ്കോലപ്പെടുത്തി, ഒരു കാരണവുമില്ലാത്ത രൂപത്തിൽ പൂരം നല്ല നിലയിൽ നടക്കാൻ കഴിയാത്ത രൂപത്തിൽ, വെടിക്കെട്ട് വരെ രാത്രിയിൽ നടത്താൻ കഴിയാത്ത രൂപത്തിൽ ആ കാര്യങ്ങൾ അലങ്കോലപ്പെടുത്തി. തൃശ്ശൂരിൽ വെച്ച് തന്നെയാണ് RSSന്റെ നേതാവിനെ പിന്നെ ADGP കണ്ടത്. അതുപോലെ തന്നെ 2 പ്രാവശ്യം കണ്ടത് പിന്നെ കോവളത്ത് വെച്ചാണ്. ഇനി ബാക്കി ആരെങ്കിലും കണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? പൂരം കലക്കിയത് പോവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി RSSും BJPയും തമ്മിലുള്ള ഡീലാണ് എന്നുള്ള കാര്യം പോവട്ടെ. പക്ഷെ ക്രമസമാധാന ചുമതലയുള്ള ഒരു DGP അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെയാണോ, അറിവുണ്ടായിട്ടാണോ ഈ RSSന്റെ നേതാക്കന്മാരെ സ്വകാര്യമായി പോയി കണ്ടത്? അവിടെയാണ്, ഔദ്യോഗിക വാഹനത്തിലല്ല, ഒരു ഔദ്യോഗിക സന്ദർശനം ഉണ്ടായില്ല. അങ്ങനെ സ്വകാര്യമായി പോയി കണ്ടത് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും മുഖ്യമന്ത്രി DGPയെ വിവരം അറിയിക്കുകയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ ദൈനംദിനം DGP ആ കാര്യം മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയല്ലോ. അപ്പൊ അവിടെയാണ് ഇതിന്റെ പ്രശ്നം. BJPയും RSSും അതുപോലെ തന്നെ CPMും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വ്യക്തമാക്കണം. ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, CPIക്കാർ പറഞ്ഞു, സുനിൽ കുമാർ പറഞ്ഞു, ഈ വാർത്ത ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് എന്തുകൊണ്ട് ഇന്നും ADGP അജിത് കുമാർ ആ തസ്തികയിൽ ഇരിക്കുകയാണ്? അദ്ദേഹം എന്നോ ലീവ് എടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇന്നും നേരെ മറിച്ച് മുൻ DGPമാരോട് CPM സ്വീകരിച്ച നയം ഇതല്ലല്ലോ, മുഖ്യമന്ത്രി സ്വീകരിച്ച നയം ഇതല്ലല്ലോ, സെൻകുമാറിനോട് സ്വീകരിച്ച നയം ഇതല്ലല്ലോ. സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി അനുവാദം വാങ്ങിയിട്ടല്ലേ, ഓർഡർ വാങ്ങിയിട്ടല്ലേ കേരളത്തിന് DGPയായി ചുമതലയേറ്റത്. ജേക്കബ് ജോർജിനോട് സ്വീകരിച്ച നിലപാടിതല്ലല്ലോ. ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ അവരൊക്കെ സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചപ്പോ
അതിനെതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ട് ADGPക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് കളിച്ച ഒരു കളിയാണ്. ഇതിൽ CPMകാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, CPIക്കാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരും പ്രതികരിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു? കേരളത്തിലെ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഞാൻ തിരികെ എത്താം. CPM സഹയാത്രികൻ ആയുർ ബിജു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പത്മനാഭൻ BJP നേതാവ് കൂടിയുണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആയുർ ബിജു, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇത് സർക്കാർ കാര്യമാണ്, അതുകൊണ്ട് സർക്കാർ ഉത്തരം പറയട്ടെ എന്നാണോ? അങ്ങനെ സർക്കാരിന് ഉത്തരം പറയട്ടെ എന്ന് പറയുന്നിടത്ത് സർക്കാരിലെ പ്രധാന കക്ഷിയായിട്ടുള്ള CPMന് പരിപൂർണമായിട്ട് ഈ വിഷയത്തിനകത്ത് നിന്ന് കൈ കഴുകി മാറി നിൽക്കാൻ കഴിയുമെന്നാണോ പാർട്ടി ഉദ്ദേശിക്കുന്നത്? എന്റെ മുന്നേ സംസാരിച്ച ഷാഹുൽ ഹമീദ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് മനസ്സിലായി. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവാണ്. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. ചർച്ചയിൽ താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞിട്ട് അവരിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തിന് ഈ വിഷയം എന്താണെന്ന് പൂർണ്ണമായി ബോധ്യമായിട്ടുണ്ടെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാകുന്നില്ല. ADGP എന്ന് പറയുന്ന അല്ലെങ്കിൽ ADGP ആയ അജിത് കുമാർ നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMന്റെ നേതാക്കന്മാര് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ കാണാൻ പോയാൽ ചില സാങ്കേതിക വിഷയങ്ങൾ, ശ്രീ ആയുർ ബിജു, താങ്കളുടെ ഓഡിയോയിൽ ചെറിയൊരു സാങ്കേതിക വിഷയങ്ങൾ അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഞാൻ അത് ശരിയാക്കുമ്പോഴേക്കും ഞാൻ വളരെ പെട്ടെന്ന് ശ്രീ പത്മനാഭനിലേക്ക് പോയ ശേഷം തിരികെ വരാം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, BJP RSS CPM ബാന്ധവം എന്ന് ആരോപിക്കപ്പെടുന്നത് കുടകര കുഴൽപ്പണക്കേസ് അടക്കമുള്ളവ തേച്ച് മാഞ്ഞു കളഞ്ഞു പോയി, ആ തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിന് ഉപോത്ബലകമായിട്ട് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് BJP കാണിച്ച ആവേശം എവിടെ പോയി? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO കേസുമായി ബന്ധപ്പെട്ട് കാണിച്ച ആവേശം എവിടെ പോയി? ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്ന BJP നേതാക്കളെല്ലാം പിറകിലേക്ക് പോയത് ഈ ബാന്ധവം കൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിക്കപ്പെടുമ്പോൾ കേൾക്കുന്ന പൊതുജനത്തിനും അത് ശരിയാണെന്ന് തോന്നില്ലേ? പൊതുജനം ഈ ജാതി വിവരക്കേടിനൊന്നും കൂട്ടുനിൽക്കില്ല എന്ന്. പൊതുജനങ്ങൾക്കൊക്കെ വിവരമുണ്ടെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തൃശ്ശൂർ BJPയും CPMും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ UDFന് എന്തിനാ 84,000 വോട്ട് കുറഞ്ഞത്? CPM സ്ഥാനാർത്ഥി അല്ല, ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 16,000 വോട്ടേ കൂടിയുള്ളൂ. ഞങ്ങൾക്ക് 1,00,000 ചില്ലുവാനോ വോട്ട് കൂടി. ഞങ്ങളും ഇടതുപക്ഷവും തമ്മിൽ അന്തർധാര ഉണ്ടെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ വോട്ട് എവിടെ പോയി? 84,000 വോട്ട് പോയില്ലേ കോൺഗ്രസ്സിന്? അപ്പോൾ ജനങ്ങൾ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞതാണ് തൃശ്ശൂർ പൂരത്തിന്, തൃശ്ശൂർ മണ്ഡലത്തിൽ. അതിന് കാരണം എന്താ അറിയോ? ഇടതുപക്ഷത്തിൻ്റെ സർക്കാരും പോലീസും ചേർന്ന് തൃശ്ശൂർ പൂരം കലക്കിയപ്പോൾ സിറ്റിംഗ് MP പ്രതാപനും സ്ഥാനാർത്ഥി K മുരളീധരനും എവിടെയോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. എവിടെയോ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അവരൊന്നും പൂരപ്പറമ്പിൽ വന്നില്ല. പൂരപ്പറമ്പിൽ ഓടിയെത്തിയത് BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് തീരെ വയ്യന്ന്. പക്ഷേ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു. പോലീസുമായിട്ടോ സർക്കാരായിട്ടോ ബഹളം ഉണ്ടാക്കാനല്ല അദ്ദേഹം പോയത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്ര ദേവസ്വം ബോർഡുകാരെ കണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ടെങ്കിലും നിങ്ങൾ പൂരം നടത്തണം, ലക്ഷക്കണക്കിന് ആൾക്കാർ പൂരം കാണാൻ കാത്തു നിൽക്കുകയാണ്, അതുകൊണ്ട് പൂരം നടത്തണം, മറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പൂരം നടത്താൻ അവരോട് അപേക്ഷിച്ച് അതിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം MP ആയതിനു ശേഷം പൂരവുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങളുണ്ട്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് പെസോ എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആ കാര്യങ്ങൾ നോക്കേണ്ടത്. പെസോൻ്റെ പ്രതിനിധികളെ തൃശ്ശൂർ ക്ഷണിച്ചു. മന്ത്രി പീയൂഷ് ഗോയലാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്രത്തിൽ. പീയൂഷ് ഗോയലിൻ്റെ നിർദ്ദേശാനുസരണം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വന്നു, കലക്ടർ വന്നു, എല്ലാവരും ചേർന്ന് ചർച്ച നടത്തി. വരുന്ന കൊല്ലത്തെ പൂരവും അതിൻ്റെ വെടിക്കെട്ടും ഭംഗിയായി നടത്താൻ, അതായത് ഈ വെടിക്കെട്ടൊക്കെ നടക്കുമ്പം ചില നിബന്ധനകൾ പാലിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വിഷയം അവിടെ ഉണ്ട്.
അപ്പം അതൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി ഭംഗിയായി പൂരം നടത്താനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ കോൺഗ്രസ്സുകാർ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയതാണ് ടി എൻ പ്രതാപനും കെ മുരളീധരനും. അപ്പം നാട്ടുകാർ നോക്കുമ്പോൾ ഉത്സവം നടത്താൻ കോൺഗ്രസ് ഇല്ല. സിറ്റിംഗ് MP പ്രതാപൻ. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ, ഈ പൂരം കലക്കിയതിനെ പറ്റിയിട്ട് അന്വേഷണം വേണം, ജുഡീഷ്യൽ അന്വേഷണം വേണേ ആയിക്കോട്ടെ. കാരണം ടി എൻ പ്രതാപൻ എന്ന സിറ്റിംഗ് MP-യും MLA-മാരും മന്ത്രിമാരും ഉൾപ്പെട്ട അവലോകന കമ്മിറ്റിയാണ് പൂരത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർ നോക്കണ്ടേ ഇതൊക്കെ? അവരൊക്കെ എവിടെയായിരുന്നു അവരൊക്കെ? അപ്പോൾ സിറ്റിംഗ് MP-യുടെ ഭീകരമായ പരാജയം ടി എൻ പ്രതാപൻ്റെ, അതൊക്കെയാണ് സംഭവിച്ചത്. ജനങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ CPM-ഉം BJP അല്ലെങ്കിൽ ഇടതുപക്ഷവും BJP-യും തമ്മിൽ യോജിച്ചാൽ കോൺഗ്രസിന് എന്തിനാ 84,000 വോട്ട് കുറഞ്ഞത്? കഴിഞ്ഞ വർഷം 4,15,000 വോട്ട് കിട്ടിയതാ ടി എൻ പ്രതാപന്. ഇത്തവണ കെ മുരളീധരന് കിട്ടിയത് എത്രയാ? 3,25,000 വോട്ടാണ് കിട്ടിയത്. ഏതാണ്ട് 84,000 വോട്ടാണ് കുറഞ്ഞത്. അപ്പൊ ആ പറയുന്നതിനൊന്നും അർത്ഥമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് പറയുന്ന ഒരു വിശദീകരണം ഉണ്ടല്ലോ, അത് CPM-ന് വേണ്ടി പറഞ്ഞാലും BJP-ക്ക് വേണ്ടി പറഞ്ഞാലും, അത് തൃശ്ശൂരിലെങ്കിലും CPI എങ്കിലും അത് വിശ്വസിക്കുന്നുണ്ടോ? CPI കൺവിൻസ് ചെയ്യാനെങ്കിലും CPM-ന് കഴിഞ്ഞിട്ടുണ്ടാകുമോ? നിങ്ങൾ ഈ പറയുന്ന വിശദീകരണം ഇടതുപക്ഷത്തെ രണ്ടാമത്തെ ഘടകകക്ഷി അവർ വിശ്വസിക്കുന്നുണ്ടോ? Who is bothered about CPI? ആർക്കാ CPI-നെ പറ്റി ആലോചിച്ച് ബേജാറ്? വി ആർ ലീസ്റ്റ്. ഞങ്ങൾക്ക് അങ്ങനെ പാർട്ടിയെപ്പറ്റി ചിന്തിക്കാൻ തന്നെ നേരമില്ല. ഇന്ത്യ രാജ്യത്ത് നാട് മുഴുവൻ സഖ്യമുണ്ടാക്കി 1-2 സീറ്റ് വാങ്ങി ജീവിച്ചു പോകുന്ന പാർട്ടി സ്വന്തം നിലയിൽ മത്സരിച്ചിട്ട് പഞ്ചായത്ത് വാർഡിൽ ജയിക്കുമോ? CPI ജയിക്കുമോ? ഇന്ത്യ മുഴുവൻ ജയിക്കുന്നത് എവിടെയെങ്കിലുമൊക്കെ ജയിക്കുന്നത് വല്ലവൻ്റെയെങ്കിലും പുറത്ത് കയറിന്നിട്ടാണ്. സ്വന്തം നിലയിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയാണ്. നിങ്ങളറിയോ CPI-ൻ്റെ തൃശ്ശൂർ MLA ഫേസ്ബുക്ക് പോസ്റ്റ് അപർണ വായിച്ചിട്ടുണ്ടോ? വനവാസക്കാലത്ത് രാമനും സീതയ്ക്കും വേണ്ടി ബീഫും പൊറോട്ടയും വാങ്ങാൻ ലക്ഷ്മണൻ പോയി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളാ തൃശ്ശൂരിലെ CPI MLA. എന്നിട്ട് നിമിഷങ്ങൾക്കകം വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തില്ലേ? കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തില്ല വിഷയം, മാപ്പ് പറഞ്ഞില്ല. എന്നിട്ട് എന്താ ഫേസ്ബുക്ക് പോസ്റ്റ്? രാമായണത്തിൽ CPI-യുടെ രാഷ്ട്രീയ നിലപാടല്ല ഇതിനകത്ത് വിഷയമാകുന്നത്. CPM ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ CPM ചോദ്യമുനയിലാണോ എന്ന് ചോദിക്കുമ്പോൾ CPI എങ്കിലും കൺവിൻസ് ചെയ്യേണ്ട ബാധ്യത BJP-ക്ക് ഇല്ല. പക്ഷെ അത് CPM-ന് ഉണ്ടാകുന്നുണ്ടല്ലോ. CPI-യുടെ അതിർത്തി എന്ന് പറയുന്നത് CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ്. സ്വാഭാവികമായിട്ടും BJP ഇവിടെ നിന്ന് വിശദീകരിച്ചാൽ പോലും അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ല, CPI-ൻ്റെ എതിർപ്പിനൊന്നും കാലണേൻ്റെ വിലയില്ലാന്ന് ഇപ്പം മനസ്സിലായില്ല അപർണയ്ക്ക്? CPI-ൻ്റെ എതിർപ്പിനൊന്നും ആ മുന്നണിയിൽ കാലണേൻ്റെ വിലയില്ലാത്ത പാർട്ടിയാണ്. ഞാൻ പറഞ്ഞില്ല, സ്വന്തമായി മത്സരിച്ച പഞ്ചായത്ത് വാർഡിൽ ജയിക്കാത്ത പാർട്ടിയാണ്. പിന്നെ ആ പാർട്ടിക്ക് വേണ്ടി നിങ്ങളെന്തിനാണ് ഒച്ച ഉണ്ടാക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്ക് UDF-കാരോട് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഞങ്ങളും CPM-ഉം തമ്മിൽ അന്തർധാരയാണെന്നാണല്ലോ പറയുന്നത്. ഇന്ന് രാത്രി കത്തയക്കണം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും CPM-നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ. CPM-ന് 4 സീറ്റാണ് ലോക്സഭയിൽ. 1 കേരളത്തിൽ ജയിച്ച്, 2 തമിഴ്നാട്ടിൽ ജയിച്ച്, കോൺഗ്രസ്സുകാരും കൂടി അധ്വാനിച്ച് ജയിപ്പിച്ചതാണ്. പിന്നെ ഒരു സീറ്റ് രാജസ്ഥാനിലെ സിക്കാർ. കഴിഞ്ഞ 2019 സിക്കാറിൽ CPM-ൻ്റെ ഇതേ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ കിട്ടിയത് 30,000 വോട്ട്. ഇത്തവണ കോൺഗ്രസ്സുകാർ സഹായിച്ചിട്ട് ജയിപ്പിച്ചു. അപ്പം 3 സീറ്റ് കോൺഗ്രസിൻ്റെ സഹായത്തോടെ കിട്ടിയിട്ട് ഇന്ത്യ മുന്നണിയിൽ സുഖിച്ച് വാഴുകയാണ് CPM. ഞങ്ങളുമായിട്ട് കേരളത്തിൽ അന്തർധാര ഉണ്ടെങ്കിലേ ഇന്ന് രാത്രി കത്തയക്കണം രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗയ്ക്കും CPM-നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കാൻ. ചെയ്യോ? കെ സുധാകരൻ ചെയ്യോ? VD സതീശൻ ചെയ്യോ? ഒന്ന് കാണട്ടെ. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദിലേക്ക് വരാം. CPI-യുടെ വിഷയത്തിനകത്ത് അദ്ദേഹമല്ല പറഞ്ഞത് എങ്കിൽ പോലും ഞാൻ ആയുർ ബിജുവിലേക്ക് പോയ ശേഷം, നേരത്തെ അത് കട്ടായി പോയിരുന്നു. ശ്രീ ആയുർ ബിജു, നേരത്തെ ചോദിച്ചു വന്ന വിഷയമാണ്. താങ്കൾ ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് ഇതായി പോയത്. അപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സർക്കാർ മാത്രമല്ല CPM-ഉം ബാധ്യസ്ഥമല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി സർക്കാർ ഉത്തരം പറയട്ടെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ മാത്രം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, CPM-ന് ഇതുമായി യാതൊരു ബന്ധവുമില്ല, കൈ മുഴുവൻ ക്ലീൻ ആണ് എന്നാണോ? ഞാൻ നേരത്തെ സംസാരിച്ചു തുടങ്ങിയത്
നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഷാഹുൽ ഹമീദിന് ഈ വിഷയം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എന്നാണ്. ADGP അജിത് കുമാർ 2 BJP നേതാക്കന്മാരിലെ RS നേതാക്കന്മാരെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്കാണ് നമ്മൾ ഈ ചർച്ചകളെ തുറന്നു വിടുന്നത്. എന്താണ് സംഭവിച്ചത്? ADGP അജിത് കുമാറിന് 2 നേതാക്കന്മാരെ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ആരെയും കാണാനുള്ള അവകാശമുണ്ട്. അവരെ സർവീസ് മാനുവലിൽ നിങ്ങൾ ഇന്ന ആളിനെ കാണാൻ പാടില്ല എന്ന് പറയുന്നില്ല. അത്തരത്തിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ, സ്വകാര്യ സന്ദർശനത്തിന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഗവൺമെന്റിനൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് ഞാൻ പറയാം. ഈ പറയുന്ന ADGPയെ കൊണ്ടുപോയത് ദത്താത്രേയയുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു ജയകുമാറാണ്. ആ ജയകുമാർ കോൺഗ്രസ് നേതാവായ കൈമനം പ്രഭാകരന്റെ സഹോദരനാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രഭാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവാണ്. അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഇതുവരെ അറിഞ്ഞില്ല? താങ്കൾ അറിഞ്ഞു? രാഷ്ട്രീയം ഇങ്ങനെ നിൽക്കുന്നു. എന്തിനാണ് പോയതെന്ന് കൂടെ ചോദിക്കാം. VD സതീശന്റെ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് VD സതീശൻ 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് പരവൂർ മണ്ഡലത്തിലെ ആവശ്യത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി പണം സമ്പാദിക്കുകയും ആ പണം വിനിയോഗിക്കുകയും ആ പണം അനാവശ്യമായി ഉപയോഗിക്കുകയും ചെയ്തതിന്റെ പേരിൽ VD സതീശനെതിരെ ഗുരുതരമായ ആരോപണവും EDയുടെ അന്വേഷണവും നടക്കുന്നു. ഈ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അറിവോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ പ്രഭാകരൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ ജയകുമാറാണ് ഈ ADGPയെ അവിടെ കൊണ്ടുപോയത് എന്ന് പച്ചയായ യാഥാർത്ഥ്യം. ഒളിച്ചു വെച്ച് സംസാരിക്കണ്ട. ഇനി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് പറയാം. ADGP എവിടെ പോയി എന്നുള്ളത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. രാജ്യത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ദോഷമായ ഒന്നും അദ്ദേഹം ചെയ്തതായി ഞങ്ങളുടെ കൈകളിൽ രേഖകളില്ല. സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചതായി റിപ്പോർട്ടുകളില്ല. പിന്നെ എന്തിനാണ് അതൃപ്തി ഉണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? അതൃപ്തി ഉണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? അപർണ, അതിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം എവിടെ പോയി എന്ന് ഒരു വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സർവീസ് മാനുവലിൽ ഇദ്ദേഹത്തിന് എവിടെ പോകണം, എവിടെ പോകാതിരിക്കാം എന്ന് പറയുന്നില്ല. അത്തരത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട്. ഇനി അദ്ദേഹം തെറ്റായി പോയിട്ടുണ്ട് എന്ന് തോന്നിയാൽ നടപടി ഉണ്ടാകും. അതാണ് CPI ആവശ്യപ്പെട്ടത്. CPI ഒക്കെ പത്മനാഭൻ ചേട്ടൻ വളരെ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട്. CPI ഒക്കെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നേ. അല്ല ശ്രീ ആയുർബിജു, നടപടി ഉണ്ടാകുമെന്ന് CPM പറയുന്നത് എപ്പോഴാണ്? ഇപ്പോഴോ? ഈ വിഷയം പുറത്തു വരുമ്പോൾ അത് പരിപൂർണമായിട്ട് നിഷേധിക്കുകയായിരുന്നു CPM. CPIയുടെ അതിർത്തി വരുമ്പോഴും CPM അതിനകത്ത് നിലപാടെടുത്തില്ല. ഇത്രയും വലിയ വിവാദമാകുമ്പോൾ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത വരുമ്പോൾ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നു. നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ എപ്പോൾ നടപടി എടുക്കണമായിരുന്നു? എന്ന് നടപടി എടുക്കണമായിരുന്നു? കേക്കൂ, ഇദ്ദേഹം ഈ പറയുന്ന RS നേതാക്കന്മാരെ കണ്ടതുകൊണ്ട് ഈ സംസ്ഥാനത്തിന് എന്ത് നഷ്ടമുണ്ടായി? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് 1-2 കാര്യങ്ങൾ പറഞ്ഞു. ജേക്കബ് തോമസ് സർവീസിൽ ഇരുന്നപ്പോൾ പുസ്തകം എഴുതി. എന്റെ പൊന്നു സാറേ, അങ്ങനെ സർവീസിലിരിക്കുമ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥന് പുസ്തകം എഴുതാൻ സാധ്യമാകില്ല. സർവീസ് റൂളുണ്ട് സാർ, താങ്കൾ അത് മനസ്സിലാക്കണം. ഇനി താങ്കൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തെ താങ്കൾ പറഞ്ഞു. എന്ത് സ്വർണ്ണക്കടത്താണ് സാർ? താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ന്യൂസ് 18-ന്റെ ലക്ഷക്കണക്കിനുള്ള പ്രേക്ഷകരുടെ മുന്നിൽ ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നുകൂടെ അവതരിപ്പിക്കാമോ സാർ? ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചതാണ്. അവിടെയൊന്നും ഞങ്ങളുടെ സർക്കാരില്ല, ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കന്മാരില്ല, ഞങ്ങളുടെ മുഖ്യമന്ത്രിയില്ല, ഞങ്ങളുടെ ഭരണ സംവിധാനമില്ല. അത് താങ്കൾ ആലോചിക്കണം. പിന്നെ താങ്കൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഇവിടെ സൂചിപ്പിക്കേണ്ടതായി. സാർ, ഇതൊക്കെ അന്വേഷിച്ച ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ്, കേന്ദ്ര സർക്കാരാണ്. എവിടെ നിൽക്കുന്നു? ഞങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട്, മടിയിൽ കനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭയക്കേണ്ട കാര്യമില്ല. നെഞ്ചു വിരിച്ചാണ്
ഈ ചർച്ചയിൽ ആയൂർ ബിജുവും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ ആയൂർ ബിജു, ശ്രീ ആയൂർ ബിജു, അതിനേക്കാൾ നല്ല മറ്റൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയും. അതാണ് ജനങ്ങൾക്ക് കൂടുതൽ തോന്നുക. ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് കേസിൽ ആവേശം കൊണ്ട് BJP നേതാക്കളെ എനിക്കറിയാം. താങ്കളടക്കമുള്ള ആ ചർച്ചയിൽ പാനലിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്, പുറത്ത് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ SFIO നീക്കവുമായി മുന്നോട്ട് പോയപ്പോൾ അന്ന് ആഞ്ഞടിച്ച BJP നേതാക്കളുണ്ട്. എവിടെ അവരൊന്നും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഒറ്റ കാര്യം കൂടെ, ഒരു കാര്യം കൂടെ, അതിനൊപ്പം പാലം ഇട്ടാലാണ് ആര് പാലം ഇട്ടെന്നേ, പാലം ഇട്ടാൽ ഓക്കെ ഞാൻ അംഗീകരിക്കാം. ഇവിടെ പാലം ആരും ഇട്ടില്ലല്ലോ. പാലം ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ഇവിടെ ആരും പാലം ഇട്ടിട്ടില്ല. കൊടകര കുഴൽപ്പണ കേസ് എവിടെ എന്നാണ് ചോദിക്കുന്നത്. ആയൂർ ബിജു, അതിലേക്ക് മാത്രം, ഇതെല്ലാം ഒരു വശത്ത് നിശബ്ദമാകുമ്പോൾ ഇപ്പുറത്തും നിശബ്ദമാകുന്നുണ്ടല്ലോ ചിലത്. അതാണ് എടുത്തു ചോദിക്കുന്നത് പ്രതിപക്ഷം. ഈ മറ്റ് കേസുകളിൽ BJP-ക്കാർ നിശബ്ദമായപ്പോൾ കൊടകര കുഴൽപ്പണ കേസ് അടക്കമുള്ളവ ഇപ്പുറത്തും തേച്ചു മാച്ചു കളഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ട് അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്ക് തോന്നില്ലേ ആയൂർ ബിജു? അല്ലല്ല, ആ കുഴൽപ്പണ കേസൊക്കെയും കോടതിയുടെ ഇതിലിരിക്കുന്ന വിഷയങ്ങളാണ്, പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്. കോടതിയല്ലേ ഇനി അവിടെ ചെയ്യേണ്ടത്? ലാവ്ലിൻ കേസ് പോലും ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞു. ഈ പറയുന്ന കാര്യം കേട്ടാൽ, ഇന്നലെ ഞാൻ ന്യൂസ് 18-ന്റെ ഒരാള് പറയുന്നത് കേട്ടു, ലാവ്ലിൻ കേസ് പോലും അട്ടിമറിക്കപ്പെട്ടത് പിണറായി വിജയൻ. എനിക്കറിയില്ല, ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നു. സുപ്രീം കോടതിയും നിയന്ത്രിക്കുന്നത് സഖാവ് പിണറായി വിജയനാണെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യം മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് സഖാവ് പിണറായി വിജയനാണെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്നേ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. ഇനി പത്മനാഭൻ ചേട്ടൻ വേറെ കാര്യം പറഞ്ഞു, എന്താണ് പൂരം കലക്കിയത് അന്വേഷിക്കണമെന്ന്. പത്മനാഭൻ ചേട്ടാ, പൂരം കലക്കിയത് അന്വേഷിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലല്ലേ CBI, നിങ്ങളുടെ കയ്യിലല്ലേ മറ്റ് സംവിധാനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് സംവിധാനങ്ങൾ? കേന്ദ്ര സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ച് പൂരം കലക്കിയതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണമെന്ന്, കണ്ടെത്തണം. അനാവശ്യമായി വന്നിട്ട് ന്യൂസ് 18-ന്റെ ഫ്ലോറിൽ വന്നിരുന്നിട്ട് അനാവശ്യമായി അതര വ്യായാമം നടത്തരുത്. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നേ, നിങ്ങൾ നേതാക്കന്മാരല്ലേ, നിങ്ങൾ അവരെ ഈ വിഷയം അന്വേഷിക്കൂ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, സഖാവ് പിണറായി വിജയന്, ഞങ്ങൾ ആദരണീയനായ മുഖ്യമന്ത്രിക്ക്, ഞങ്ങളുടെ ഭരണ സംവിധാനത്തിന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താമെന്ന്. ഞാൻ തിരികെ എത്താം. ശ്രീ അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ചില വിഷയങ്ങൾ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ പറയുന്നു, അത് CPIയുടെ നിലപാടിന് എത്ര പ്രസക്തിയുണ്ട് മുന്നണിയിൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങളല്ല. അപ്പോഴും തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് വോട്ട് നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണല്ലോ, UDF-നാണല്ലോ. എന്നിട്ടും ഉന്നയിക്കുന്ന ഈ ആരോപണത്തിൽ എന്ത് പ്രസക്തിയുണ്ട്? അത് ഏത് തരത്തിലാണ് പറയാൻ കഴിയുക? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ കൂടുതൽ ഐക്യദാർഢ്യപ്പെട്ടു എന്ന് പറയുന്നത് മലയാളികൾ അത് കണക്കിലെടുക്കില്ല. എങ്കിൽ പോലും BJP-യെ സംബന്ധിച്ചിടത്തോളം ആ ആരോപണം ഉന്നയിക്കാവുന്നതാണ്. മറുപടി അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്. ഞാൻ അതിനു മുമ്പ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒന്ന് അക്കമിട്ടൊന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപർണ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒന്ന്, പോലീസുകാര് ഒരു RSS നേതാവിന് പോയി കണ്ടാല് അതില് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് യാതൊരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, സുനിൽകുമാർ നിങ്ങളുടെ നേതാവാണ്, തൃശ്ശൂരിൽ മത്സരിച്ചിരുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ വാർത്ത ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ളത് എന്ന് പറഞ്ഞത്. ബിജു, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല പറഞ്ഞത്. ഈ വാർത്ത ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ളത്. അപ്പോ ഒരു പോലീസുകാരൻ പോയിട്ട് ഒരു RSS നേതാവിനെ കണ്ടാൽ അത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ സുനിൽകുമാർ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത് MV ഗോവിന്ദൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കണം നിങ്ങൾ. രണ്ടാമത് നിങ്ങൾ പിന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഇവിടെ പോയതിൽ എനിക്ക് തൃപ്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തന്നു.
നിങ്ങൾ പറഞ്ഞ് അവിടെ പോയത് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ CPIയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് എന്താ, അവിടെ പോയതിന് പിന്നെ ഗൗരവമുള്ള കാര്യമാണ്. ഇടതുപക്ഷ നേതാക്കന്മാർ മുഴുവൻ പറഞ്ഞ് അവിടെ പോയത് ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞ് അത് അങ്ങനെ പോയതിൽ യാതൊരു പ്രശ്നവുമില്ല, അതിന് യാതൊരു, നിങ്ങൾ അവിടെ നിൽക്കൂ, കൈ പൊക്കാൻ നിങ്ങൾ അവിടെ നിൽക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോ എത്രയോ സമയം സംസാരിച്ചു, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ല. രണ്ടാമത് കൊടകര കേസ്, നേരത്തെ ഇവിടെ പിന്നെ ആങ്കർ അപർണ ചോദിച്ചൊരു കാര്യമാണ്. ഈ കൊടകര കേസ് കോടതിയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിന്റെ കുറ്റപത്രം നൽകിയത്? നിങ്ങൾ എന്തൊക്കെയാണ് ചാനലിൽ വെച്ച് പറഞ്ഞത്? കള്ളപ്പണം കൊണ്ടുവന്നു, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതില് പിന്നെ കെ സുരേന്ദ്രൻ പ്രതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കൊടകര കേസിൽ സുരേന്ദ്രനും ഇല്ല, ബാക്കിയുള്ള ആളുകളും ഇല്ല, സുരേന്ദ്രന്റെ മകനും ഇല്ല. ഇത് എങ്ങനെ ഒത്തുതീർന്നു? അതാ എന്റെ ചോദ്യം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. സുപ്രീം കോടതി എങ്ങനെയാണ് ആ കേസ് മാറ്റിവെക്കുന്നത്? BJP നിയമിച്ച കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് പല പ്രാവശ്യം ആ കേസ് മാറ്റിവെച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ആ കേസ് സുപ്രീം കോടതി വിചാരണക്കെടുക്കും എന്ന തോന്നൽ നിങ്ങൾക്ക് ആർക്കും വേണ്ട. SFI അന്വേഷണം പറഞ്ഞല്ലോ നിങ്ങൾ, SFI അന്വേഷണം, ഈ അന്വേഷണം എവിടെ എത്തി? അന്വേഷണം അവസാനിച്ചോ? ഇല്ല. എന്തുകൊണ്ടാണ് അന്വേഷണം കാര്യക്ഷമമായി നടക്കാത്തത്? എന്തുകൊണ്ട് അന്വേഷണം കാര്യക്ഷമമായി നടക്കുമ്പോൾ BJP പ്രതിനിധികളൊക്കെ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇതാ സ്വർണ്ണക്കടത്ത് കേസ്, പിണറായി വിജയനെ ഞങ്ങൾ അകത്താക്കും, പിണറായി വിജയന്റെ മകളെ ഞങ്ങൾ അകത്താക്കും. എവിടെ പോയി ആ കേസുകളൊക്കെ? എവിടെ പോയി കൊടകര കേസ്? ഇതൊരു പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പിന്നെ പത്മനാഭൻ അദ്ദേഹം പറഞ്ഞു BJPയുടെ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കണം CPM-നെ പുറത്താക്കാൻ. ഇടതുപക്ഷ മുന്നണിയിലുള്ള എത്ര കക്ഷികൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് നിങ്ങളുമായിട്ട് സഖ്യത്തിലുണ്ട്? NCP നിങ്ങളുമായിട്ട് സഖ്യത്തിലായിരുന്നില്ലേ? മേഘാലയയിൽ സഖ്യത്തിലായിരുന്നില്ലേ? അതുപോലെ ജനതാദള് നിങ്ങളുമായിട്ട് സഖ്യത്തിലായില്ലേ? ഇവിടെ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും കത്തയച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ കേരള രാഷ്ട്രീയവും അഖിലേന്ത്യാ രാഷ്ട്രീയവും വ്യത്യസ്തമായിട്ട് കാണുന്ന ആളുകളാണ്. കേരള രാഷ്ട്രീയത്തിൽ CPM-ന്റെ നെറികെട്ട അഴിമതി ഭരണത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. അതോടൊപ്പം BJP-ക്കെതിരായിട്ട് അങ്ങ് കേന്ദ്രത്തിൽ യോജിക്കാവുന്ന ആളുകളൊക്കെ ആയിട്ട് ഞങ്ങൾ യോജിക്കും. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ കഴിഞ്ഞാൽ CPM ഞങ്ങളും തമ്മിൽ സഖ്യമാണ്. കർണാടകയിൽ ചിലപ്പോൾ CPM കോൺഗ്രസിൽ വോട്ട് ചെയ്തിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. രാജസ്ഥാനിൽ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ BJP-ക്കാരുണ്ടായിട്ടില്ലേ? BJP-ക്കാർ കേരള രാഷ്ട്രീയത്തിൽ നഖശികാന്തം എതിർത്തപ്പോഴും NCP-യുമായി നിങ്ങൾ സഖ്യത്തിലുണ്ടായിട്ടില്ലേ? ഗോവയിൽ നിങ്ങൾ സഖ്യത്തിലുണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ മേഘാലയയിൽ നിങ്ങൾ സഖ്യത്തിലുണ്ടായിട്ടില്ലേ? ആ സമയത്ത് നിങ്ങൾ കേരളത്തിൽ ഈ LDF-ഉമായിട്ട് NCP സഹകരിച്ച് പോവല്ലേ? ജനതാദൾ ഗൗഡയുടെ പാർട്ടി അവര് ഇവിടെ കേരളത്തിൽ മന്ത്രിമാരായിരിക്കുന്ന സമയത്ത് നിങ്ങളും അവരുമായിട്ട് സഖ്യത്തിലുണ്ടായിട്ടില്ലേ? അപ്പൊ ഓരോ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും പിന്നെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സഖ്യമുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, BJP-യും അതുപോലെ തന്നെ LDF-ഉം തമ്മിൽ ഒരു അന്തർധാര ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു അവിടെ ഒരു 84,000 വോട്ട് മുരളീധരന് കുറഞ്ഞു എന്ന്. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന തെരഞ്ഞെടുപ്പുകളായ അസംബ്ലി തെരഞ്ഞെടുപ്പ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ നിയമസഭാ സീറ്റിലും ജയിച്ചത് ഇടതുപക്ഷമാണ്. 100,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. ഇപ്പൊ ഈ അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ അടക്കമുള്ള തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിലുള്ള ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടതുപക്ഷമാണ് ജയിച്ചത്. അതിന്റെ എത്രയോ മുമ്പ് 5 വർഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF അവിടെ ജയിച്ചത്. പ്രതാപന് തന്നെ 1,00,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായത്. അത് കഴിഞ്ഞ് 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം UDF-നെ അവിടെ മറികടന്നു. ആ വോട്ട് എവിടെ പോയി? കഴിഞ്ഞ പ്രാവശ്യം LDF-ന് നിയമസഭയിൽ കിട്ടിയ വോട്ടുകൾ എവിടെ പോയി? കഴിഞ്ഞ പ്രാവശ്യം LDF-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയ വോട്ടുകൾ എവിടെ പോയി? അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഒരു പോലീസുകാരൻ പോയിട്ട് ഒരു RSS-കാരനെ കണ്ടത് വലിയ പ്രശ്നമാണ് എന്നുള്ള വിഷയമല്ല ഇവിടെ. ഇപ്പൊ നമുക്കറിയാം, പോലീസുകാരന്റെ വേണമെങ്കിൽ പോലീസുകാർക്ക് കാണാം. പക്ഷേ RSS-നെതിരെ മാൻഡേറ്റ് നൽകി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ കേരളത്തിലെ ജനങ്ങളോട്
എന്തിനാണ്? അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ് ആര്? കുഞ്ഞാലിക്കുട്ടി ആരാണ്? അയാളെ ഞാൻ പറയട്ടെ മിസ്റ്റർ, അത് കേൾക്കൂ നിങ്ങൾ. നിങ്ങൾക്ക് ആരാണ് കുഞ്ഞാലിക്കുട്ടി? കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയും കാണാറുണ്ട്. കുഞ്ഞാലിക്കുട്ടി ഞാൻ പറയട്ടെ, നയനാട് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായല്ലോ. ഒരു FIR കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിടാൻ ചങ്കൂറ്റം ഉണ്ടായോ? നിങ്ങൾ ആലോചിക്ക്. നയനാടിന്റെ മോശക്കാരനാണോ? അച്യുതാനന്ദൻ മോശക്കാരനാണോ? ഒരു FIR ഇടാൻ നിങ്ങൾക്ക് സാധിച്ചോ? അവിടെ ഐസ്ക്രീം കേസ് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആണോ? ഐസ്ക്രീം കേസ് അന്വേഷിക്കാൻ CBI ആണോ? അതിനുശേഷം നിങ്ങളുടെ ഗവൺമെന്റ് അച്യുതാനന്ദൻ വലിയ കാര്യം പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പറഞ്ഞ ആളാണല്ലോ. അതുപോലെ തന്നെ നയനാട് വലിയ വീരവാദം പറഞ്ഞല്ലോ. ഒരു FIR, ഒരു തെളിവിന്റെ തുമ്പ് അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. എന്തെങ്കിലും തോന്നിയായിട്ട് വിളിച്ചു പറയാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP തലയിൽ മുണ്ടിട്ടുകൊണ്ട് എന്തിന് RSSന്റെ നേതാക്കന്മാരെ പല പ്രാവശ്യം പോയി കണ്ടു? ആ ഇവരെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ചോദിച്ചില്ല? പറയുന്നു ഞങ്ങൾക്ക് അതിന് തൃപ്തിയില്ല. സുനിൽകുമാർ പറയുന്നു ഞങ്ങൾക്ക് അതിന് തൃപ്തിയില്ല. തൃപ്തി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇപ്പൊ 2023 കണ്ടു എന്ന് പറഞ്ഞത്. ഒരു വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് കോവത്ത് പോയി കണ്ടല്ലോ. ഈ വിവരം മുഖ്യമന്ത്രിക്ക് അറിയല്ലോ. എന്തുകൊണ്ട് അജിത് കുമാർ? എനിക്ക് ശ്രീ പത്മനാഭനിലേക്ക് പോകണം. അഡ്വക്കേറ്റ് ആയുർ ബിജു, താങ്കളുടെ മറുപടി, എന്നിട്ട് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക് പോകണം. ആയുർ ബിജു, ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ഐസ്ക്രീം കേസും അട്ടിമറിച്ചത് ADGP ആണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം ഈ ADGP ഈ കുഞ്ഞാലിക്കുട്ടിയെ പലവട്ടം വീട്ടിൽ പോയി കണ്ടതിന് തെളിവുകളുണ്ട്. അതെന്തേ ഇവര് മറച്ചു വെക്കുന്നു? ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം കേസ് ഈ ADGPയുടെ അതിജീവിതയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ അതിജീവിതയെ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചതില് ഈ ADGP ഉണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാൻ സാധ്യമാകുമോ? അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, കണ്ടതും ഇതേ നിങ്ങൾ പോയില്ലേ? അല്ലല്ല, ഒരു ന്യൂസ് ചോദ്യങ്ങളാണ്. എന്റെ ചോദ്യങ്ങളാണ്. നയനാർ FIR ഇട്ടോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ? അച്യുതാനന്ദൻ 5 വർഷം ഭരിച്ചത് FIR ഇട്ടോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ? ഏതെങ്കിലും പരാമർശം നടത്തിയോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ? സുപ്രീം കോടതി താങ്കൾ എന്തിനാണ് ഈ പൂച്ചയ്ക്ക് മുന്നിൽ ഇടപെട്ട വിരളി പിടിക്കുന്നത്? താങ്കൾ ഒന്ന് സമാധാനപ്പെടൂ. ഞാൻ പറയാം. ഇവിടെ ഈ പറഞ്ഞ ADGP കണ്ടത് 2 RSS നേതാക്കന്മാരെ, രാഹുൽ ഗാന്ധിയെ, ഒപ്പം കുഞ്ഞാലിക്കുട്ടിയെയും. ഈ കുഞ്ഞാലിക്കുട്ടിയെ കാണാമെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് RSSന്റെ നേതാക്കന്മാരെ കാണാൻ സാധ്യമാകില്ല? അദ്ദേഹം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നില്ല. നിയമപരമായി എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ നടപടിയെടുക്കും. ഇപ്പോൾ പൊതുജനം ആലോചിക്കുന്നത് ഐസ്ക്രീം കേസിൽ ADGP കുഞ്ഞാലിക്കുട്ടിയെ സഹായിച്ചിരുന്നു എന്ന് ചിന്തിച്ചു പോയാൽ സാർ എങ്ങനെ പൊതുസമൂഹം ഈ ന്യൂസ് 18 പ്രേക്ഷകര് വിശ്വസിക്കാതിരിക്കും? ഒരു മിനിറ്റ്. ഈ ഐസ്ക്രീം കേസ് കഴിഞ്ഞിട്ട് കാലത്രായി? ഈ ADGP ആയിട്ട് എത്ര കാലായി? ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ? എന്തെങ്കിലും വിളിച്ചു പറയാ? അല്ലല്ല, അന്ന് ADGP അല്ല. ആ ADGP അന്ന് താഴ്ന്ന പോസ്റ്റിൽ ഇരിക്കുകയാണ്. എന്തായാലും ഇദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഇടപെടൽ അല്ലെങ്കിൽ എന്തിന് ഇദ്ദേഹം
അല്ല ശ്രീ ആയുർ ബിജു, ഒരു ചെറിയ സംശയം ആയുർ ബിജു, ആ ADGPക്കെതിരെ നിങ്ങൾ തന്നെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ TP സെൻകുമാറിന് കിട്ടാത്ത പരിഗണന, ജേക്കബ് തോമസിന് കിട്ടാത്ത പരിഗണന ആ ADGPക്ക് കൊടുക്കുന്നത് CPM ആണല്ലോ. എന്നിട്ട് താങ്കൾ തന്നെയാണ് ചോദിക്കുന്നത് ഐസ്ക്രീം കേസും അട്ടിമറിച്ചത് ഈ ADGP ഉദ്യോഗസ്ഥനായിരുന്ന സമയത്താണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി പറയാ? അല്ല, അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോന്ന് എന്റെ ഒരു സ്വാഭാവിക സംശയമാണ്. മലയാളിക്ക്, ഈ ന്യൂസ് 18 പ്രേക്ഷകർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത്. ഇവർ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഞാനൊന്ന് ഇടപെടുത്തു. ഞാൻ തിരികെ എത്താം. മറ്റേ 2 പാനലിസ്റ്റോടുള്ള അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതുമായിട്ട് പോയി ADGP അജിത് കുമാർ RSS നേതാക്കളെ കാണാൻ. അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. അതിന് ഉപോത്പലകമായിട്ട് പറയുന്നത് ഈ കേസുകളടക്കമുള്ള വിഷയങ്ങളാണ്. അതിനകത്തുനിന്ന് BJP എന്തുകൊണ്ട് ബാക്കൗട്ട് ചെയ്തു, കൊടകര കുഴൽപ്പണ കേസ് അടക്കമുള്ളവയിൽ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ബാക്കൗട്ട് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയി, അതായത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം ഒരു വശത്തു നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് അതിലൊരു ഈ മറുപടിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേക്ക് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾക്കൊരു സ്റ്റേക്കും ഇല്ല. ഞങ്ങളെ RSSന്റെ നേതാക്കന്മാരെ പലരും പോയി കാണും. ഞങ്ങളതൊന്നും അന്വേഷിക്കാറില്ല. അതിലെന്ത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാർ നടപടി എടുത്തോട്ടെ. അവരെ RSS നേതാക്കന്മാരെ ആര് കാണാൻ പോകുന്നു, എന്ത് കാണാൻ പോകുന്നു ഞങ്ങൾ അന്വേഷിക്കാറില്ല. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. അത് കാണാൻ പോയാലും നിയമവിരുദ്ധമായിട്ട് എന്തുണ്ടെങ്കിൽ ഗവൺമെൻറ് നടപടി എടുക്കാം. ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് നേരമില്ലായിട്ട് താല്പര്യമില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം നിലവിലുള്ള IPSകാർക്ക് ബാധകമായ നിയമപ്രകാരം അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നാണ് ഞങ്ങളെ അറിവ്. ഇനി ഉണ്ടെങ്കിൽ നടപടി എടുത്തോ, ഞങ്ങൾക്ക് വിരോധമില്ല. മുഖ്യമന്ത്രിയെ ശ്രീ പത്മനാഭൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി പോയി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതിനകത്ത് നിയമ നടപടിക്കപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട്. ആ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിൽ BJP കൺസേൺ അല്ല? അല്ല, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ പോയത്, അതല്ല മറ്റേ വേറെ ഏതെങ്കിലും വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയാണോ പോയത്, അങ്ങോരുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണോ പോയത്, ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാന്ന്. അറിയാത്ത കാര്യത്തിൽ എങ്ങനെ അഭിപ്രായം പറയുക? ഈ അജിത് കുമാർ ദത്താത്രേയ ഹൊസബളേജി ദത്താജിയെ കണ്ടത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളത് ബോധവാന്മാരല്ല. ഞങ്ങളെ വിഷയവുമല്ലത്. പിന്നെ അങ്ങോട്ട് പോവാതിരിക്കുകയോ ചെയ്തോട്ടെ. അതിൽ ഞാൻ പറഞ്ഞില്ല, നിയമപരമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ ഗവൺമെൻറ്. പിന്നെ ആയുർ ബിജു ഒരു കാര്യം പറഞ്ഞു, അതിനൊരു മറുപടി പറയാം. അദ്ദേഹം മാത്രമാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ ഒരു കാര്യമായ ഒരു വിഷയം പറഞ്ഞത്. അത് നിങ്ങൾ CBIനെ കൊണ്ട് എന്താ പൂരം കലങ്ങിയത് അന്വേഷിക്കാത്തതെന്ന്. സാറേ, അത് ആദ്യം സംസ്ഥാന സർക്കാരല്ലേ അന്വേഷിക്കേണ്ടത്. ഒരു ആഭ്യന്തര വിഷയമല്ലേ, ക്രമസമാധാന വിഷയമല്ലേ? അതിലൊരു ക്രമസമാധാന വിഷയമുണ്ടല്ലോ. നേരെ കയറി CBIക്ക് അന്വേഷിക്കാൻ പറ്റുമോ? ഒന്നുകിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം, അല്ലെങ്കിൽ കോടതി ആവശ്യപ്പെടണം. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് അന്വേഷിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് പല രീതിയിൽ അന്വേഷിക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ അന്വേഷിക്കാം, മജിസ്റ്റീരിയൽ അന്വേഷണമാവാം, ജുഡീഷ്യൽ അന്വേഷണമാവാം. അല്ല, ഒരു മിനിറ്റ്. ഗവൺമെൻറ് ഓഫ് കേരള നടത്തുന്ന, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിലുള്ള ആളുകൾ ചേർന്ന് നടത്തുന്ന ഒരു സാംസ്കാരിക പരിപാടിയാണ് തൃശ്ശൂർ പൂരം. അത് പണ്ട് കാലത്തെ ക്ഷേത്ര ഉത്സവമായിരുന്നു. അപ്പം അതിൻ്റെ വലുപ്പം കാരണം, ദേവസ്വം ബോർഡൊക്കെ ഉൾപ്പെട്ടത് കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ കലക്ടറും SP പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്ന സംവിധാനമാണ്. അതിലൊരു തെറ്റ് പറ്റിയാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഇത് നിങ്ങളെ കൊണ്ടാവില്ലെങ്കിൽ CBIക്ക് വിട്ടോളൂ. കേരള സർക്കാരിന് പറ്റാത്ത കുഴപ്പമുണ്ടെങ്കിൽ CBIക്ക് വിട്ടോളൂ. ഞങ്ങൾക്ക് നേരിട്ട് CPM-ഉം BJP-യും സമാധാനപരമായിട്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു നല്ല കാഴ്ച കൂടി ഇതിനകത്തുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തിരികെ എത്താം. ശ്രീ MK ഹരിദാസ്, സെൻകുമാറിനില്ലാത്ത പരിഗണന, ജേക്കബ് തോമസിനില്ലാത്ത പരിഗണന കൊടുക്കുന്നു ADGP അജിത് കുമാറിന്. അത് ഇത്തരത്തിൽ ഒരു ഡീല് നടക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നിടത്ത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പോയത് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു. പല വിഷയങ്ങളിൽ, സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ
മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങളിലൊക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരിക. ഇതിനകത്ത് ഒരു തെളിവുമില്ലാതാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വിസ്മൃതിയിലേക്ക് പോകുക. UDF-നെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായിട്ടുള്ള പല പ്രതിഷേധങ്ങളിലും അവസാനിക്കുന്നത് അതിനകത്താണ്. അതിനെല്ലാം ശേഷം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആശയപാപ്പരത്വമാണെന്ന് BJP പറയുന്നു. CPM-ഉം പറയുന്നത് ആ തരത്തിൽ തന്നെയാണ്. ഇതിലൊരു ഡീൽ ഓർ നോ ഡീൽ താങ്കൾ എങ്ങനെ കാണുന്നു? എന്തായാലും ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മുടെ നാട്ടിൽ BJP-യും CPM-ഉം കൂടിയിട്ട് ഒരു ചെറിയ ധാരണ ഒരു വിഷയത്തിലെങ്കിലും ഉണ്ടായല്ലോ. ജനങ്ങൾക്ക് കുടിവെള്ളം പദ്ധതി നടപ്പിലാക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും രണ്ട് നിലയ്ക്ക് സംസാരിക്കുന്ന അവസ്ഥയിൽ ഒരു തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഇത്തരത്തിലൊരു സൗമ്യ മനോഭാവത്തിലെത്തിയതിൽ നമുക്ക് ആദ്യമായി തരാം. അപർണ പറഞ്ഞുപോയി, സെൻകുമാർ സാറിനും ജേക്കബ് തോമസ് സാറിനും കിട്ടാത്ത പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻകുമാറിനെ ആ സീറ്റ് പ്രതിഷ്ഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നികുതിപ്പണം 32 ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയിലെ പുറമേ നിന്ന് ഹാജരായ അഭിഭാഷകർക്ക് ഇവർ കൊടുത്തത്. എന്നിട്ടും സുപ്രീം കോടതി അദ്ദേഹത്തെ 1 വർഷവും 2 മാസവും ആ പോസ്റ്റിൽ ഇരുത്തിയപ്പോൾ അദ്ദേഹത്തിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ DGP ആയിട്ട് അവിടെ ടോമിൻ തച്ചങ്കരിയെ ഇരുത്തിയവരാണ് ഇവര്. അപ്പൊ ഇവർക്ക് എല്ലാ കാലത്തും ഇവർക്ക് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ, ഞാൻ സെൻകുമാർ സാറിനോ അല്ലെങ്കിൽ മറ്റേ ജേക്കബ് തോമസിനോ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നല്ല, പക്ഷെ അന്നത്തെ DGP-യെ വിശ്വസിക്കാതെ അവിടെ സൂപ്പർ DGP ആയിട്ട് ടോമിൻ തച്ചങ്കരിയ DGP-യുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ച കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബെഹ്റയെ കൊണ്ടുവന്നിട്ട് ബെഹ്റ ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടത് ബെഹ്റ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരന്റെ സങ്കേതത്തിൽ നിത്യസന്ദർശകനായിട്ട് കേരളത്തിന് മാനക്കേട് വരുത്തിവെച്ചൊരു DGP-യാണ് ഈ ബെഹ്റ എന്ന് ആലോചിക്കണം. ആ ബെഹ്റയ്ക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടാവുന്ന 1,60,000 രൂപയുടെ പെൻഷന് പുറമെ 2,50,000 രൂപ ശമ്പളം കിട്ടുന്ന മെട്രോയുടെ MD ആയിട്ട് പോസ്റ്റ് ചെയ്തത് എന്ത് കടമയും കടപ്പാടുമാണ് പിണറായി വിജയനും ബെഹ്റയ്ക്കും എന്നുള്ളത് ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു DGP സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെയും ADGP സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെയും പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അപ്പുറം തന്റെയും തന്റെ കുടുംബത്തിനെയും തന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് എന്ന് കേരളത്തിലെ നികുതിദായകരായ ജനങ്ങൾ സംശയിച്ചു പോയാൽ അതിൽ തെറ്റില്ല. അതിനാണ് ഞാൻ ഈ 3 ഉദാഹരണം പറഞ്ഞത്. സെൻകുമാറിനെ അകറ്റി നിർത്തിയതും പിന്നീട് ജേക്കബ് തോമസിന് ആ സ്ഥാനം കൊടുക്കാതെ അദ്ദേഹത്തെ ഒതുക്കിയതും ബെഹ്റ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാ കാലത്തും നമുക്ക് ആ സമയത്ത് 39 തവണ, അന്ന് 38 തവണയേറ്റ് ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ, ബെഹ്റയാണ് ഈ കേസ് മാറ്റിവെക്കുന്നതിന്റെ പിന്നിലെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ദല്ലാളായി നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് കേട്ടിരുന്നു. ഈ ADGP അജിത് കുമാർ, ഇതില് അപർണ, എനിക്ക് സമയം അധികമില്ല, ഞാൻ പറയുകയാണ്, ഇതൊരു ചതുഷ്കോണമാണ്. ആ ചതുഷ്കോണത്തിന്റെ ഒരു മൂലയ്ക്കിൽ നിൽക്കുന്നത് ADGP അജിത് കുമാറാണ്, ഒരു ഭാഗത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ്, ഒരു ഭാഗത്ത് നിൽക്കുന്നത് P ശശിയാണ്, ഒരു ഭാഗത്ത് നിൽക്കുന്നത് അൻവറാണ്. ഈ ചതുഷ്കോണത്തിനുള്ളിൽ കേരളത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് അരുതായ്മകളുണ്ട്. ആ അരുതായ്മകളും രഹസ്യങ്ങളും ഒരു കാലത്തും പുറത്തേക്ക് വരില്ല. ഞാനതിന് ഉദാഹരണം പറയാം. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറയുന്നത് കേട്ടു, എന്റെ മുമ്പിൽ TV ഇല്ല, അതുകൊണ്ട് തന്നെ ആരാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എങ്ങനെയാണ് അച്യുതാനന്ദൻ FIR ഇടുക? ആദ്യം തന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു നെഗറ്റീവ് PIL പോയി, ഒരു തെളിവുകളും ഹാജരാക്കാതെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ CBI അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു നെഗറ്റീവ് PIL പോയ കാര്യമൊക്കെ അപർണ മറന്നിട്ടുണ്ടാ? കോടതി തുറന്നു നോക്കിയപ്പോൾ ഒരു തെളിവുമില്ല കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട്. കോടതി അന്ന് ആ കേസ് തള്ളി. പിന്നീട് ആ കേസ് തള്ളി, CBI തള്ളിയ കേസിനെതിരെ എങ്ങനെ FIR ഇടുമെന്ന് ചോദിച്ചിട്ടല്ലേ പിന്നീട് കുഞ്ഞാലിക്കുട്ടി ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ കാലത്തും അവർക്ക് ആർക്കാണോ ഒത്താശ ചെയ്യേണ്ടത് ഭരിക്കുന്നവരുടെ ചട്ടുകമായി പ്രവർത്തിച്ചതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അതിന് UDF ആയാലും LDF ആയാലും നികുതിദായകരായ നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇത്തരക്കാരെ വെച്ച് കളിക്കുകയാണ്. അപ്പൊ ഞാനീ പറഞ്ഞതാണ് സംഗതി. PV അൻവർ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നുകൊണ്ട് കെട്ടിവെച്ച കാശ് നേടാവുന്ന വിധത്തിൽ വോട്ട് നേടാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഊതി വീർപ്പിച്ച ഒരു ബലൂൺ. എന്തിനാണ് ഈ മുഖ്യമന്ത്രി ഇയാളുടെ വിളിച്ചു പറയൽ കേട്ടിട്ട് 2 ദിവസമായിട്ട് അപർണ ശ്രദ്ധിച്ചുവാ, മുഖ്യമന്ത്രിയുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുവാ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചുവാ. ഇവർക്ക് 4 പേർക്കും ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതായത് മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ പറഞ്ഞു കൂട്ടാവുന്ന രഹസ്യങ്ങൾ. സരിത്തിനെയും അതുപോലെ തന്നെ സ്വപ്നയെയും
ഭംഗിയായിട്ട് അല്ല ശ്രീ ഞാൻ ഒരു കാര്യം വളരെ ശ്രീ എം കെ ഹരിദാസ് ഒറ്റ കാര്യം എം കെ ഹരിദാസ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയി അജിത് കുമാർ RSS നേതാക്കളെ കാണാൻ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ഈ കഴിഞ്ഞ കുറേ തവണയായി പലതരത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുക, പ്രതിക്കൂട്ടിൽ നിർത്തുക, ഇത്തരം കേസുകൾ എവിടെയും ക്ലച്ച് പിടിക്കാതെ പോകുക, അതിന്റെ ബാക്കിയായിട്ടുള്ള വെറും ആരോപണം മാത്രമാണെന്ന് തോന്നില്ലേ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ? എനിക്ക് തോന്നുന്നില്ല. അത് ഈ തൃശൂർ പൂരം കലക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അതിനു മുമ്പ് 2 RSS നേതാക്കളെ ഇദ്ദേഹം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ, ഇവിടെ ശ്രീ പത്മനാഭൻ പറഞ്ഞു IPSകാർ പോയിട്ട് RSS നേതാക്കളെയോ മറ്റു മതനേതാക്കളെയോ കാണുന്നതിന് ലിഖിതമായ ഒരു നിയമമൊന്നും അങ്ങനെ കാണരുത് എന്നില്ല. പക്ഷെ ധാർമ്മികമായിട്ടെന്ന് പറഞ്ഞാൽ UDF BJP അല്ല ഇടതുപക്ഷത്തിന് ധാർമ്മികത കൂടുമെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാണ് 2 പ്രാവശ്യം കേരളത്തിൽ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത്. അത്തരത്തിലൊരു LDFന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ഇത്തരത്തിൽ 2 RSS നേതാക്കളെ യൂണിഫോമിലല്ല മുണ്ടും ഷർട്ടും ഇട്ടിട്ട് RSSന്റെ കാറിലാണ് പോകുന്നതെങ്കിലും അതിൽ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ കാണാൻ പോകാൻ പാടില്ലായിരുന്നു. അങ്ങനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് തൃശൂർ പൂരം കലങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡീലിനെ മുഖ്യമന്ത്രിയാണ് അതിന്റെ പിന്നിലെന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉളവാക്കും വിധം ഒരു വാർത്ത പരക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. തെറ്റ് പറയാമായിരുന്നു. ഇന്നലെ ഇതേ ഒരു ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരായ ആരോപണങ്ങൾ സംരക്ഷിക്കുവാൻ അജിത് കുമാർ RSSുമായി ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്? സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഈ പറയുന്ന MK ഹരിദാസ് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഫ്ലോറിൽ നിന്ന് സംസാരിക്കുന്നു? ഈ ഹരിദാസിനെ സർവ ബഹുമാനത്തോടും കൂടി വെല്ലുവിളിക്കുകയാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെയുള്ള വാക്കുകൾ ഒഴിവാക്കാം. അപ്പൊ ഇതൊക്കെ മാറ്റി പറയേണ്ടി വരും. അത് പേര് വിളിച്ച് സംസാരിക്കും. വെളിപ്പെടുത്തോ? ഞങ്ങൾ വരാം. ഈ ന്യൂസ് 18 ഫ്ലോറിൽ ഞങ്ങൾ രേഖയുണ്ടെങ്കിൽ താങ്കൾ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾ വരാം. മിസ്റ്റർ ഹരിദാസ്, ഒരു സെക്കൻഡ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, സംസ്ഥാന ഗവൺമെന്റിനെതിരെയാണ്, അത് മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരോപണം ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ADGP RSS ഞാൻ ആവർത്തിക്കുന്നു. 2023 ഒറ്റ സെക്കൻഡ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് പറയട്ടെ. ഇതാര് പറയുന്നെന്ന് കേൾക്കില്ലല്ലോ. അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് പറയട്ടെ. RSS നേതാക്കന്മാരെ കണ്ട വിവരം അന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അറിയാം. ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. കോവളത്ത് RSS നേതാക്കന്മാരെ കണ്ട വിവരം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്, പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിക്ക് അറിയാം. തീർച്ചയായും സമയപരിമിതി കൊണ്ട് എനിക്ക് വീണ്ടും കടന്നു വരാൻ പറ്റാത്തത് നമ്മൾ പ്രേക്ഷകരോട് കൂടി ചോദിച്ചു. ADGP RSS കൂടിക്കാഴ്ച CPM RSS ഡീലാണോ എന്ന് നമ്മൾ പ്രേക്ഷകരോട് കൂടി ചോദിച്ചിരുന്നു. 77% പ്രേക്ഷകർ അതെ എന്ന് വിശ്വസിക്കുന്നു. 17% പ്രേക്ഷകർ അല്ല എന്നുള്ള അഭിപ്രായം. നിഷ്പക്ഷമായിട്ട് 6% പ്രേക്ഷകരുമാണ്. ഒരു ADGPക്ക് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്ത് നിയമപ്രശ്നമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നവർ ഒരു വിഭാഗത്തുണ്ട്. അപ്പോഴും ഒരു ധാർമ്മിക ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഈ ധാർമ്മിക ഉത്തരവാദിത്വം എങ്ങനെയാണ് രാഷ്ട്രീയ ചോദ്യങ്ങളായി മാറുന്നത് എന്നുള്ളതിന് ഉത്തരം വരുന്നത് തൃശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. CPI സ്വീകരിച്ചിരിക്കുന്ന വിഷയത്തിൽ കൂടിയാണ്.
മുഖ്യമന്ത്രിക്ക് ഈ വിഷയം അറിയാമായിരുന്നില്ലേ? അറിഞ്ഞിട്ടും എന്ത് നടപടിയെടുത്തു? സെൻകുമാറിനെ പോലെ, ജേക്കബ് തോമസിനെ പോലെ എന്തുകൊണ്ട് ആ നടപടിയിലേക്ക്, അജിത് കുമാറിനെതിരായുള്ള നടപടിയിലേക്ക് കടന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഡീൽ ഓർ നോ ഡീൽ ആരോപണങ്ങൾക്ക് ശക്തമാകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും മണിക്കൂറുകളിലും ശക്തമാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, MK ഹരിദാസ്, ഒപ്പം ആയുർ ബിജു, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്.